നമസ്കാരം. റേഡിയോ മുക്കം പ്രാദേശിക വാർത്തകൾ. മലയാളിക്കിന്ന് തിരുവോണം. നബിദിനവും അധ്യാപക ദിനവും ഇന്നത്തെ ദിവസത്തെ ശ്രേഷ്ഠമാക്കുന്നു. ചുരത്തിലിനി 3 ദിനം കർശന നിയന്ത്രണം. പാർക്കിങ്ങിനും വ്യൂ പോയിന്റിൽ കൂട്ടം കൂടി നിൽക്കുന്നതിനും വിലക്ക്. മലപ്പുറത്ത് 10 വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. താമരശ്ശേരിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5 ലിറ്റർ നാടൻ ചാരായം സഹിതം മധ്യവയസ്കൻ പിടിയിൽ. കോഴിക്കോട് ജില്ലയിൽ 26,54,972 വോട്ടർമാർ. പ്രവാസി വോട്ടർമാർ കൂടുതലുള്ളതും കോഴിക്കോട്. വാർത്തകൾ വിശദമായി. മലയാളിക്കിന്ന് സവിശേഷ ദിനം. എല്ലാവരും ഒന്നെന്ന സമത്വഭാവന സ്വപ്നം കാണുന്ന പൊന്നോണക്കാലത്തിൻ തിരുവോണ ദിനം. റേഡിയോ മുക്കത്തിൻ്റെ പ്രിയപ്പെട്ടവർക്ക് തിരുവോണ ദിനാശംസകൾ. റബീഉൽ അവൽ മാസത്തിലെ 12ാം സുദിനമായ ഇന്ന് പ്രവാചക സ്മരണയിൽ നാടെങ്ങും നബിദിനം കൊണ്ടാടുന്നു. പ്രാർത്ഥനകൾ, ഖുർആൻ പാരായണം, ദാനധർമ്മങ്ങൾ എന്നിവയിലൂടെ ഇന്നത്തെ ദിനം ആഘോഷിക്കപ്പെടുന്നു. മഹല്ലുകളും മദ്രസകളും കേന്ദ്രീകരിച്ച് വിപുലമായ രീതിയിൽ ആഘോഷ പരിപാടികളും സവിശേഷ പ്രാർത്ഥനകളാലും മുഖരിതമാകുന്ന സവിശേഷ ദിനത്തിൽ നബിദിനാശംസകൾ. അറിവുകൾ പകർന്നു നൽകി ജീവിത വെളിച്ചം സമ്മാനിക്കുന്ന ഗുരുക്കന്മാർക്ക് ആദരമായി എത്തുന്ന അധ്യാപക ദിനം കൂടി ഇന്നത്തെ ദിനത്തെ ശ്രദ്ധേയമാക്കുന്നു. ഓണത്തോടനുബന്ധിച്ച് വിനോദസഞ്ചാരികൾക്ക് താമരശ്ശേരി ചുരത്തിൽ കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. മണ്ണിടിഞ്ഞ സാഹചര്യം കൂടി പരിഗണിച്ചാണ് നിയന്ത്രണം. ഇനി മുതൽ 3 ദിവസം താമരശ്ശേരി ചുരത്തിലെ വ്യൂ പോയിന്റുകളിൽ കൂട്ടം കൂടാനോ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനോ അനുവദിക്കില്ല. മുന്നറിയിപ്പ് അവഗണിച്ചാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. 9ാം വളവിലെ വ്യൂ പോയിന്റിൽ നേരത്തെ തന്നെ നിയന്ത്രണം നിലനിൽക്കുന്നുമുണ്ട്. സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മലപ്പുറം സ്വദേശിയായ 10 വയസ്സുകാരനാണ് രോഗം സ്ഥിരീകരിച്ചത്. ബുധനാഴ്ച നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത്. താമരശ്ശേരിയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 5 ലിറ്റർ നാടൻ ചാരായം സഹിതം മധ്യവയസ്കനെ എക്സൈസ് സംഘം പിടികൂടി. കിഴക്കൂത്ത് പഞ്ചായത്തിലെ ചളിക്കോട് കാരക്കണ്ടി റോഡിൽ വെച്ചാണ് കാരക്കണ്ടി KK പെരവക്കുട്ടിയെ പിടികൂടിയത്. എക്സൈസ് ഇൻ്റലിജൻസിന് ലഭിച്ച രഹസ്യ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിൽ താമരശ്ശേരി എക്സൈസ് സർക്കിളിലെ പ്രിവൻറ്റീവ് ഓഫീസർ ഗിരീഷും സംഘവും നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയത്. തദ്ദേശ സ്ഥാപനങ്ങളുടെ അന്തിമ വോട്ടർ പട്ടികയിൽ കോഴിക്കോട് ജില്ലയിൽ 26,54,972 വോട്ടർമാർ. 12,53,480 പുരുഷന്മാരും 14,01,460 സ്ത്രീകളും 32 ട്രാൻസ്ജെൻഡേഴ്സും അടങ്ങിയതാണ് ജില്ലയിലെ വോട്ടർ പട്ടിക. ഇതിനു പുറമെ പ്രവാസി വോട്ടർ പട്ടികയിൽ ജില്ലയിൽ ആകെ 902 പേരുണ്ട്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ പ്രവാസി വോട്ടർമാരുള്ളത് കോഴിക്കോട് ജില്ലയിലാണ്. കരട് വോട്ടർ പട്ടിക സംബന്ധിച്ച് ആഗസ്റ്റ് 12 വരെ ലഭിച്ച അപേക്ഷകളും ആക്ഷേപങ്ങളും പരിശോധിച്ചും ഹിയറിംഗ് നടത്തിയുമാണ് ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസർമാർ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. വാർഡ് പുനർവിഭജനത്തിന് ശേഷം പുതിയ വാർഡുകളിലെ പോളിംഗ് സ്റ്റേഷൻ അടിസ്ഥാനത്തിലാണ് പുതുക്കിയ അന്തിമ വോട്ടർ പട്ടിക തയ്യാറാക്കിയത്. വോട്ടർ പട്ടിക കമ്മീഷന്റെ വെബ്സൈറ്റിലും അതാത് തദ്ദേശ സ്ഥാപനങ്ങളിലും താലൂക്ക് വില്ലേജ് ഓഫീസുകളിലും പരിശോധനയ്ക്ക് ലഭ്യമാണ്. റേഡിയോ മുക്കത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ.